ഞാനിപ്പോൾ നമ്മുടെ മോതിരവിലാണ് നിൽക്കുന്നത്. മോതിരവിൽ ഒരു ചേച്ചിയെ കാണാനായിട്ട് വന്നതാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചിയുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അനിത സോമൻ എന്നാണ്. വീട്ടിലെ പേര് സെലീന PG എന്നാണ്. ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വേറൊരു വീട്ടിലെ ഞാൻ വീട്ടു ജോലി ചെയ്താണ്. വീട്ടു ജോലി ചെയ്യുക. എത്ര വയസ്സായി ഇപ്പം? 47-48 വയസ്സായി. 48 വയസ്സുള്ള 48 വയസ്സിനുള്ളിൽ ഒരുപാട് സമ്മാനങ്ങൾ ചേച്ചി കരസ്ഥമാക്കിയിട്ടുണ്ട്. അതും ചില്ലറ കളിയൊന്നുമല്ല, നാഷണൽ ലെവലിലൊക്കെ പോയിട്ടുണ്ട്. ചേച്ചി എങ്ങനെയാണ് പോയത്? ഞാൻ ഈ മാസ്റ്റേഴ്സിന് 2025 ഫെബ്രുവരി 31 ആണ് ഇവിടുന്ന് കുന്നംകുളം സ്റ്റേഡിയത്തിൽ ഈ മാസ്റ്റേഴ്സിന് പങ്കെടുക്കാൻ ഈ നാഷണൽ മീറ്റിന് പോയത്. പോയിട്ട് പിന്നെ 1, 2, 3, 4 രീതികളിലായിരുന്നു അവിടെ മീറ്റ് നടന്നത്. അതിൽ 400 റിലേക്ക് എനിക്ക് കേരളത്തിന് വേണ്ടി കളിച്ച് എനിക്ക് 2ാം സമ്മാനം കരസ്ഥമാക്കാൻ പറ്റി. മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ, അതായത് നാഷണൽ ലെവലിലുള്ള അത്ലറ്റിക് മീറ്റിൽ തൃശ്ശൂർ കുന്നംകുളത്ത് വെച്ച് നടന്ന മത്സരത്തിൽ 2ാം സ്ഥാനം അല്ലേ? 2ാം സ്ഥാനം. ഏതിനായിരുന്നു? 400 റിലേക്ക് 2ാം സ്ഥാനം കരസ്ഥമാക്കിയതാണ് ഈ സാധാരണക്കാരിയായ ഈ അനിത ചേച്ചി. ചേച്ചി വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടാണ് മക്കളെ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തുച്ഛമായിട്ടുള്ള വരുമാനം മാറ്റി വെച്ചിട്ടാണല്ലേ? തുച്ഛമായിട്ടുള്ള വരുമാനം മാറ്റി വെച്ചിട്ടാണ് ഈ സ്പോർട്സിനൊക്കെ പോയി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഇല്ലെങ്കിൽ യാതൊരുവിധ രീതിയിലുള്ള ഒരു സഹായങ്ങളും ഇല്ലല്ലേ? ഇയാളുടെ കാര്യമൊന്നും അല്ല കേട്ടോ. മാസ്റ്റേഴ്സ് അത്ലറ്റിക്ക് പോകുന്ന എല്ലാവരുടെയും കാര്യം അതുകൊണ്ടാണ്. അവരെല്ലാം സ്വന്തമായിട്ട് അതിനകത്ത് കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, ഇതുപോലെ വീട്ടുജോലി ചെയ്യുന്നവരുണ്ട്, നല്ല അതായത് ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുകാരുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. നാഷണൽ ലെവലിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയവരൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്വർണ്ണ നാണയങ്ങളൊക്കെ കരസ്ഥമാക്കിയവരും മെഡലുകളൊക്കെ കരസ്ഥമാക്കിയവരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്ത് ജോലി ചെയ്യുന്നവരും ആയിക്കോട്ടെ, ഈ അത്ലറ്റിക് മാസ്റ്റേഴ്സ് അത്ലറ്റിക്ക് പോകുന്നവരെല്ലാം അവിടെ തുച്ഛമായിട്ടുള്ള വരുമാനത്തിൽ വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ പഠിത്തവും എല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇവർ നമ്മുടെ നാടിന് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, നമ്മുടെ പേര് നിലനിർത്താൻ വേണ്ടി ഇവർ ഈ സ്പോർട്സിലൊക്കെ പങ്കെടുത്ത് മെഡലുകളൊക്കെ വാങ്ങുന്നത്. ചേച്ചിയുടെ കാര്യം തന്നെ ഓർത്ത് നോക്കുക. ചേച്ചി വീട്ടുജോലി ചെയ്തിട്ടുള്ള തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ചേച്ചി ബാക്കി കാര്യങ്ങളെല്ലാം ഓടിക്കുന്നത്. ചേച്ചി ഇനി അടുത്ത മീറ്റ് മൈസൂർ ഏപ്രിൽ 19 പോകാൻ തീരുമാനിച്ചു. ഏപ്രിൽ 19 മൈസൂർ വെച്ച് അടുത്ത മീറ്റ് ഉള്ളത്. അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ചേച്ചിയെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ സഹായിച്ച വലിയ ഉപകാരമായിരിക്കും. കാരണം പോകാനുള്ള പൈസ ഒന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. ഈ ചേച്ചിയുടെ ഈ ഒരു കൊച്ചു വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ സങ്കടം തോന്നും. കാരണം എന്ന് വെച്ചാൽ ആ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേച്ചിയെ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലും എല്ലാം കൊടുക്കുന്നതായിരിക്കും. സത്യത്തിൽ ഇതൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വലിയ പൈസ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള പൈസ ഒക്കെ കൊടുത്ത് ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പോട്ടെ, ഇവർ പോയി മെഡലുകൾ, അതായത് നാഷണൽ ലെവലിൽ പോലും മെഡൽ അടിച്ചിട്ട് വന്നാൽ പോലും പഞ്ചായത്തിൽ നിന്ന് പോലും ഒരു അംഗീകാരം നിങ്ങൾക്ക് ആർക്കും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ പോലും ഒരു അംഗീകാരം കിട്ടുന്നില്ല. അപ്പം കഴിവതും ഇവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഇവരെ മാക്സിമം ഒന്ന് സഹായിക്കാൻ നോക്കുക. നല്ലവരായിട്ടുള്ള നാട്ടുകാരുടെയൊക്കെ സപ്പോർട്ടുള്ളത് കൊണ്ടാണല്ലേ കാര്യങ്ങളൊക്കെ ഓടിപ്പോകുന്നത്. അപ്പം ഇപ്പം ഞാൻ ഈ ചേച്ചിയുടെ കാര്യമല്ല കേട്ടോ, എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. അപ്പം നിങ്ങൾ മറ്റുള്ളവരെ കൂടെ സപ്പോർട്ട് ചെയ്യുക. പഞ്ചായത്താണെങ്കിലും ഇല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണെങ്കിലും നല്ല രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാടിന് നല്ലൊരു മുതൽക്കൂട്ടാണ്. 48ാമത്തെ വയസ്സിലും നമ്മുടെ നാടിനെ പ്രതിനിധീകരിച്ച് പോകാമെന്ന് പറയുമ്പോണ്ടല്ലോ, അതൊക്കെ വലിയ കാര്യമല്ലേ. അപ്പം നിങ്ങളാരും ഇത് കണ്ടില്ലെന്ന് വിചാരിക്കും. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് മാത്രം ഒന്നും ആയില്ല. ഇവരൊക്കെ വേണ്ട സഹായങ്ങളോടെ നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ മറക്കല്ല കേട്ടോ.